Hi students, welcome to a new class. Today we are going to discuss the chapter Introduction to Marketing Management. There are 6 chapters in marketing management. First one, Introduction to Marketing Management. Second one, Consumer Behavior. Third one, Product. Fourth one, Price. Fifth one, Promotion. And sixth one, Distribution. So we are moving to the first chapter, Introduction to Marketing Management. In first module, includes marketing concept and its evolution, nature, scope, and importance of marketing, role of marketing in modern business, marketing mix, 4 P's, extended P's, marketing information system, strategic marketing planning, and overview. Okay, then move to our content. Introduction to marketing management. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലേക്കുള്ള ആമുഖം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് എവരിവർ. മാർക്കറ്റിംഗ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് എ പെർവാസീവ്. മാർക്കറ്റിംഗ് ഈസ് പെർവാസീവ് ഇൻ നാച്ചർ. സർവ്വവ്യാപിയാണ്, എല്ലാ സ്ഥലത്തും ഉള്ളതാണെന്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരാശയം. മാർക്കറ്റിംഗ് ടച്ചസ് എവരി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടച്ച് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ എൻറ്റയർ ലൈഫ്, അവർ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് അവർ എക്സിസ്റ്റൻസ് ആർ കണ്ടിന്യൂസ്ലി അഫക്റ്റഡ് ബൈ മാർക്കറ്റിംഗ്. അവർ ലൈഫ്, നമ്മുടെ ജീവിതം, അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതി, അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പ്, ആർ കണ്ടിന്യൂസ്ലി അഫക്റ്റഡ് ബൈ മാർക്കറ്റിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിങ്ങിനാൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. The morning cup of a tea or coffee that we take, the newspaper or magazine that we read, the breakfast we eat, the bike or car that we drive, the mobile phone, the laptop or personal computer that we use, all are influenced by marketing. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്നു, അവിടെ മാർക്കറ്റിംഗ് ഉണ്ട്. എന്താണ്? നമ്മൾ ആ ടീ ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു? ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ടീ ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോഫി ആണെങ്കിൽ ബ്രാൻഡഡ് ആയിരിക്കും, ബ്രൂ, നെസ്കഫെ പോലുള്ള ബ്രാൻഡഡ് ആയിരിക്കും. അതുപോലെ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ദാറ്റ് വി റീഡ്, മലയാള മനോരമ, മാതൃഭൂമി, ഓൾസോ ദ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് വി ഈറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ ബൈക്ക്, കാറ്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒക്കെ എന്താണ്? മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പേഴ്സണൽ കമ്പ്യൂട്ടർ എല്ലാം തന്നെ. സോ മാർക്കറ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിലുണ്ട് എന്നാണ് പറയുന്നത്, എല്ലാ മേഖലയിലും ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മാർക്കറ്റിങ്ങിനെ മലയാളത്തിൽ എന്ത് പറയും? വിപണനം എന്നാണ് പറയുന്നത്. വിപണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്, മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, സോ നമുക്കിനി നോക്കാനുള്ള ഭാഗമാണ് കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഓർ ബേസിക് ടേംസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ, ബേസിക് ടേമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് അഥവാ വിപണനം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റഡി സം ബേസിക് ടേംസ്. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില ടേമുകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. സച്ച് ആസ് കസ്റ്റമേഴ്സ്, നീഡ്സ്, വാണ്ട്സ്, ഡിമാൻഡ്സ്, പ്രൊഡക്ട്സ്, വാല്യൂ, സാറ്റിസ്ഫാക്ഷൻ, എക്സ്ചേഞ്ച്, ട്രാൻസാക്ഷൻ, മാർക്കറ്റ്, എക്സെട്ര. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണ വേണം. നമുക്ക് ഓരോന്നായിട്ട് ഓരോ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഫസ്റ്റ് വൺ നീഡ്സ് ആണ്. ഫസ്റ്റ് വൺ നീഡ്സ്. Needs are the basic requirements of human beings such as food, cloth, shelter, recreation, education, etc. നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്, അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരുടെ. സച്ച് ആസ് ഫുഡ്, ഭക്ഷണം, ക്ലോത്ത്, വസ്ത്രം, ഷെൽട്ടർ, പാർപ്പിടം, റിക്രിയേഷൻ, എഡ്യൂക്കേഷൻ, എക്സെട്ര. ഓക്കെ, സോ ഇതാണ് നീഡ്സ്. Then second one, wants. Wants are the needs directed to specific product or service. Wants are the needs. Wants എന്ന് പറയുന്നത് എന്താണ്? നീഡ്സ് ആണ്.
ദാറ്റ് ഡയറക്റ്റഡ് ടു, അതെന്തിലേക്ക് നയിക്കുന്നു? ടു സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ്, ഒരു പ്രത്യേക പ്രോഡക്റ്റിലേക്കോ സർവീസിലേക്കോ നയിക്കുന്നു. ഫോർ എക്സാമ്പിൾ നീഡ്സ് നമുക്ക് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പക്ഷേ തേഴ്സ്റ്റ് വന്നു എന്ന് വിചാരിക്കാം. നമുക്കൊരു എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കഴിക്കണം. നമ്മുടെ തേഴ്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ദാഹത്തെ നമുക്ക് അകറ്റണമെങ്കിൽ. സോ വി മേ ബൈ എ ബോട്ടിൽ ഓഫ് വാട്ടർ. നമ്മളെന്ത് ചെയ്യുന്നു, ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങിയിട്ട് നമ്മൾ കുടിക്കും. സോ എന്ത് ചെയ്തു, നമ്മളുടെ ഹങ്കർ അവിടെ, തേഴ്സ്റ്റ് അവിടെ തീർന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് വാണ്ട്സ്, വെൻ വി ആർ ഇൻ തേഴ്സ്റ്റ്, എന്ത് ചെയ്യുന്നു, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, വി ആർ ഡയറക്റ്റഡ് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ് ലൈക്ക് മേ ബി പെപ്സി, കൊക്കക്കോള, മാസ, other kind of soft drinks. So specific product related needs are called wants. And the third one, market. In ordinary language, the term market means a place where goods are bought and sold. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശത്തെ നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? മാർക്കറ്റ് എന്ന് പറയുവാൻ സാധിക്കും. സാധനങ്ങളെയും സേവനങ്ങളെയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രദേശം. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് എന്നുള്ളതാണ് പറയുന്നത്. ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിനെ കുറിച്ച് ഇങ്ങനെയാണ്: ആൻ ഏരിയ ഫോർ പൊട്ടൻഷ്യൽ എക്സ്ചേഞ്ചസ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻഷ്യലിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഡിമാൻഡ്. ഹ്യൂമൻ വാണ്ട്സ് that are backed by purchasing power. That means ability and willingness to pay become demand. Demand is a want. Demand എന്ന് പറയുന്ന ഒരു വാണ്ടാണ്. That are backed by, അത് എന്തുണ്ടാവും, അതെന്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ആ വാണ്ടിന്? ബാക്ക്ഡ് ബൈ പർച്ചേസിങ് പവർ. പർച്ചേസിങ് പവറോട് കൂടിയിട്ടുള്ള ഒരു വാണ്ടാണ്, ഒരു ഹ്യൂമൻ വാണ്ടാണെന്ത്, ഹ്യൂമൻ വാണ്ട്സ് ആണെന്ത്, ഡിമാൻഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ, അതുണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റിയും വില്ലിങ്നെസ്സും, പണം കൊടുക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടായിരിക്കണം. എന്നാൽ അതെന്തായി മാറും? ഡിമാൻഡായിട്ട് മാറും. ദെൻ പ്രോഡക്റ്റ് ഈസ് വാട്ട് എ സെല്ലർ ഓർ മാർക്കറ്റർ സെൽ. ഒരു സെല്ലർ അല്ലെങ്കിൽ മാർക്കറ്റർ വിൽക്കുന്നത് എന്താണോ, ദാറ്റ് തിങ് ഈസ് കോൾഡ് product. A product is anything that can be offered to satisfy a need or want. ഒരു കസ്റ്റമറുടെ നീഡോ വാണ്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന എനിത്തിങ്, ഏതൊരു സാധനത്തെയും നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ഗുഡ്സ്, സർവീസ്, ഐഡിയാസ്, ടെക്നോളജി എക്സെട്ര. ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഗുഡ്സ്, സാധനങ്ങളുണ്ടാവാം, സേവനങ്ങളുണ്ടാവാം, ആശയങ്ങളുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ദെൻ എക്സ്ചേഞ്ച്. It is the act of obtaining a desired object from someone by offering something in return. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. കാരണം ത്രൂ എക്സ്ചേഞ്ച് സെല്ലർ ട്രാൻസ്ഫർ ഹിസ് പ്രൊഡക്റ്റ് ടു ദ ബയർ ഗിവിങ് സംതിങ് ഇൻ റിട്ടേൺ ടു ദ സെല്ലർ അയാളുടെ കൈവശമുള്ള സാധനത്തെ ബയർക്ക് കൊടുക്കുന്നു. ബയർ എന്ത് ചെയ്യുന്നു? അതിനുള്ള റിട്ടേൺ ആയിട്ട് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യുന്നു? നൽകുന്നു. ദാറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓർ ട്രാൻസാക്ഷൻ. ഓക്കെ. ദെൻ സാറ്റിസ്ഫാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി പ്രൊഡക്ട്സ് പെർസീവ്ഡ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ. സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് പെർസീവ്ഡ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുകൊണ്ടാണോ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർസീവ്ഡ് പെർഫോമൻസ് ഉള്ളത് എന്നുള്ളതാണ്. ഇഫ് ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ഡിസൈർഡ് പെർഫോമൻസ് ആർ ഈക്വൽ, വി ക്യാൻ സേ ദാറ്റ് വി ആർ സാറ്റിസ്ഫൈഡ് ഫ്രം ദാറ്റ് പ്രൊഡക്റ്റ്. ഇഫ് ദി ആക്ച്വൽ പെർഫോമൻസ് is below than the desired performance, so is called unsatisfied. Okay. Then customer is a person who makes the decision to purchase a product and who pays for it. Customer is a person
ഹു മേക്ക് ഡിസിഷൻ ടു പർച്ചേസ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം വാങ്ങുവാൻ ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയാണ് ആര്? കസ്റ്റമർ. ആൻഡ് ഹു പേയ്സ് ഫോർ ഇറ്റ്. ആരാണോ അതിന് പണം കൊടുക്കുന്നത് അയാളും എന്താണ്? കസ്റ്റമറാണ്. ദെൻ വാല്യൂ. ഇറ്റ് ഈസ് എ കൺസ്യൂമേഴ്സ് എസ്റ്റിമേറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓവറോൾ കപ്പാസിറ്റി ടു സാറ്റിസ്ഫൈ ഹിസ് ഓർ ഹെർ നീഡ്സ്. His or her need. Value. Value means utility per unit of price. Or we can say what we get for what we give. നമ്മൾ കൊടുക്കുന്നതിന് എത്രത്തോളം നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് മൂല്യം. വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണ്? വാട്ട് വി ഗെറ്റ് ഫോർ വാട്ട് വി ഗിവ്. നമ്മൾ കൊടുത്തതിന് നമുക്ക് തിരിച്ചു എന്ത് കിട്ടി എന്നുള്ളതാണ് ഇവിടെ കണക്കാക്കുന്നത്. ഓക്കെ. ദെൻ വി ആർ മൂവിങ് ടു ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്. Meaning and definition of marketing. There are numerous definitions of marketing. Different authors have defined the term marketing in different words. In short, marketing is meeting customers' needs profitably. ലാഭകരമായ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഷോർട്ടായിട്ട് മാർക്കറ്റിംഗ് നമുക്ക് പറയാൻ സാധിക്കുക. Philip Kotler defines marketing as the science and art of exploring, creating and delivering value to satisfy the needs of a target market at a profit. ഫിലിപ്പ് കോട്ട്ലർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ്? ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് എ എക്സ്പ്ലോറിങ്, ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ. ഒരു മൂല്യത്തെ എക്സ്പ്ലോർ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഡെലിവർ ചെയ്യുക. ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് എ ടാർഗറ്റ് മാർക്കറ്റ്. ഒരു ടാർഗറ്റ് മാർക്കറ്റിൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റ് എ പ്രോഫിറ്റ്, ഒരു ലാഭം എടുത്തുകൊണ്ട്. മാർക്കറ്റിംഗ് ഐഡൻറ്റിഫൈ അൺഫുൾഫിൽഡ് നീഡ്സ് ആൻഡ് ഡിസയേർഡ്. മാർക്കറ്റിംഗ് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കണ്ടെത്തുന്നത് എന്താണ്? ഇതുവരെ ഫുൾഫിൽ ചെയ്യാത്ത, ഇതുവരെ പൂർത്തിയാകാത്ത, ഇതുവരെ ചെയ്തു തീർക്കാത്ത നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഡിഫൈൻസ്, മെഷേഴ്സ് ആൻഡ് ക്വാണ്ടിഫൈസ് ദ സൈസ് ഓഫ് ദി ഐഡൻറ്റിഫൈഡ് മാർക്കറ്റ് ആൻഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈഡ് മാർക്കറ്റിൻ്റെ സൈസ് ക്വാണ്ടിഫൈ ചെയ്യുന്നു, അതുപോലെ പ്രോഫിറ്റ് പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഹാസ് എ വെരി വൈഡ് സ്കോപ്പ്. മാർക്കറ്റിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ദാറ്റ് മേക്ക് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദി ബയർ. പ്രൊഡ്യൂസറുടെയും ബയറുടെയും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. സോ മാർക്കറ്റിംഗ് ഹാസ് എ വെരി വൈഡ് സ്കോപ്പ്. ഇറ്റ് ഈസ് ആസ് വാസ്റ്റ് ആസ് ആൻ ഓഷൻ. ഒരു സമുദ്രത്തെ പോലെ അത്രയും വിശാലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് ദർ ആർ സെവറൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് പെർവാസീവ് ഇൻ നാച്ചർ. എല്ലാ സ്ഥലത്തും മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണത്. The scope of marketing can be understood in the terms of functions and areas of applicability. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് മനസ്സിലാക്കുന്നതിന് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസും അതുപോലെ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റിയും നോക്കിയാൽ മതി. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ ഒന്ന് നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. മാർക്കറ്റിംഗ് ഫങ്ഷൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനമായിട്ടും 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഫങ്ഷൻസ് ഓഫ് റിസർച്ച്, രണ്ടാമത്തത് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, മൂന്നാമത്തത് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ, 4 ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഈ 4 ഫങ്ഷനുകളായിട്ടാണ് മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ തരംതിരിച്ചിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് റിസർച്ചിൽ വരുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നതാണ് ബൈയിങ്, അസംബ്ലിങ്, സെല്ലിങ്. ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈയിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, പാക്കേജിങ്. ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ആണ് ഫിനാൻസിങ്, റിസ്ക് ബെയറിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, പ്രൈസിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് റിസർച്ചിൽ നിന്നാണ്. അതിലൊന്ന് മാർക്കറ്റിംഗ് റിസർച്ച് ആണ്. ഇറ്റ് ഈസ് ദ ഇൻ്റലിജൻസ് സർവീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. Marketing research helps in analyzing the buyer's habits, popularity of a product, effectiveness of advertising media. രണ്ടാമതാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്യാമെന്ന്. മാർക്കറ്റ് റിസർച്ച് എന്ത് ചെയ്യുന്നു?
മാർക്കറ്റ് റിസർച്ച് നടത്തുക. ത്രൂ എ റിസർച്ച് ഇൻ ദി മാർക്കറ്റ് വി മസ്റ്റ് അനലൈസ് ദി ബയർ ഹാബിറ്റ്, popularity of the product, customers' preferences, customers' taste, etc. Then second one, product planning and development. Product is the foundation of any marketing program. The success of marketing depend upon the nature of product offered to the customers. ഉപഭോക്താക്കൾക്ക് ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് മാർക്കറ്റിങ്ങിൻ്റെ വിജയം ഉള്ളത്. പിന്നെ വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് exchange. As already stated, goods are produced for satisfying the human wants. ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ഓൺലി വെൻ ഗുഡ്സ് ഫൈനലി റീച്ച് ഇൻ ദി ഹാൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇതെപ്പോഴാണ് അച്ചീവ് ചെയ്യുക? ഗുഡ്സ് എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഫൈനലി റീച്ച് ചെയ്യുമ്പോഴാണ്. ദ പ്രോസസ് ഓഫ് പാസിംഗ് ഗുഡ്സ് ഇൻ ടു ദ കൺസ്യൂമേഴ്സ് ഹാൻഡ്സ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച്. കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് ഗുഡ്സിനെ പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. ദിസ് ഫങ്ഷൻ സബ് ഡിവൈഡഡ് ഇൻ ടു ബൈയിങ്, അസംബ്ലിങ് ആൻഡ് സെല്ലിങ്. ഇതിനെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: ബൈയിങ്, അസംബ്ലിങ് ആൻഡ് സെല്ലിങ്. ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് മൂന്നെണ്ണം: ബൈയിങ്, അസംബ്ലിങ്, സെല്ലിങ്. ഫസ്റ്റ് വൺ, ബൈയിങ്. ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് പർച്ചേസിങ് റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ബൈ ദ മാനുഫാക്ചറർ ഓർ ട്രേഡേഴ്സ്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന ഒരു പ്രവൃത്തിയാണിത്. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങുന്നത് ആണിത്. രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഓക്കെ, പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ ഉണ്ടാക്കിയ ഉൽപ്പന്നം വാങ്ങിയിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. സോ അത് വാങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു തീപ്പെട്ടിയാണെന്ന് വിചാരിക്കുക. ഒരു മാച്ച് ബോക്സ് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതെന്ന് കരുതുക. തീപ്പെട്ടി ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? അതിനുള്ള ബോക്സ് വേണം, അതിനുള്ള മരുന്ന് വേണം, കരിമരുന്ന് വേണം, അല്ലേ? അതിനുള്ള സ്റ്റിക്ക് വേണം. ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വാങ്ങുക. അപ്പോൾ അതെന്താണ്? ബൈയിങ്ങിൽ പെട്ടതാണ്. ഇനി അതല്ല, നമ്മളെന്ത് ചെയ്യുന്നു? ഫിനിഷ്ഡ് ഗുഡ്സാണ് വാങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നോ ജില്ലയിൽ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ റീസെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Then assembling, the process of collecting and concentrating goods on the same type from the different sources at one place. അസംബിൾ ചെയ്യുക, കളക്ട് ചെയ്യുക, സാധനങ്ങളെ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക, കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. വ്യത്യസ്തമായ സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ഉൽപ്പന്നങ്ങളെല്ലാം, ഗുഡ്സിനെല്ലാം, സാധനങ്ങളെല്ലാം, ഒരേ ടൈപ്പ് സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക? വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുക? കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരേ സാധനം വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് കളക്ട് ചെയ്യുന്ന, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അസംബ്ലിങ്. തേർഡ് വൺ, സെല്ലിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ആൻഡ് ഓണർഷിപ്പ് ടു ദി കസ്റ്റമേഴ്സ് ഫോർ മണി ഓർ വാല്യൂ. പണത്തിനോ മൂല്യത്തിനോ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിന് ഓണർഷിപ്പ്, അതുപോലെ ഒരു വസ്തുവിനെ കൈമാറ്റം ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ. ദീസ് ആർ ദി ഫങ്ഷൻ റിലേറ്റഡ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി. പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റിയിൽ പെട്ടതാണ് ഇത്. അതിൽ ഒന്നാമത്തേതാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഓർ മെറ്റീരിയൽ ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിൻ്റ് ഓഫ് കൺസംഷൻ. ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് ഉൽപ്പന്നത്തെ എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണേത്? ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ് ദ പ്ലേസ് യൂട്ടിലിറ്റി. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? പ്ലേസ് യൂട്ടിലിറ്റിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്ലേസ് യൂട്ടിലിറ്റി ട്രാൻസ്പോർട്ടേഷനാണ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ്. സ്റ്റോറേജ് മീൻസ് ഹോൾഡിംഗ് ആൻഡ് പ്രിസർവിംഗ് ഗുഡ്സ് ഫ്രം ദ ടൈം ദേ ആർ പ്രൊഡ്യൂസ്ഡ് അണ്ടിൽ ദേ ആർ നീഡഡ് ബൈ ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയം വരെ ഉൽപ്പന്നത്തെ ഹോൾഡ് ചെയ്ത് വെക്കുകയും സംരക്ഷിച്ച് വെക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അംബ്രല്ല മാനുഫാക്ചറിങ് ദി അംബ്രല്ലാസ് ബിഫോർ ദി റെയിനി സീസൺ ആൻഡ് ദേ സ്റ്റോറിങ് ദ ലോഡ്സ് ഓഫ് അംബ്രല്ലാസ് ഇൻ ദെയർ വെയർ ഹൗസ്. ഇൻ ദി റെയിനി സീസൺ ദേ വിൽ മാർക്കറ്റിംഗ് ദി സം പോർഷൻ ഓഫ് ദി അംബ്രല്ലാസ്. സോ എന്താ പറയുന്നത്? ഈ കുട നിർമ്മാണം അല്ലേ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? മഴക്കാലമാകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും?
കുടകളൊക്കെ നിർമ്മിച്ച് അവരുടെ വെയർ ഹൗസിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മഴക്കാലമാകുമ്പോഴാണല്ലോ സാധാരണ കുടകൾക്ക് കൂടുതൽ ആവശ്യം വരിക, ഡിമാൻഡ് വരിക. അപ്പോൾ ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരതിങ്ങനെ അവരുടെ വെയർ ഹൗസിൽ നിന്ന് അവരെന്ത് ചെയ്യും, അതിങ്ങനെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ സ്റ്റോറേജാണ് എന്ത് ചെയ്യുന്നത്, ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്ന യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ പാക്കേജിങ് ഈസ് ട്രഡീഷണലി ഡൺ ടു പ്രൊട്ടക്ട് ദ ഗുഡ്സ് ഫ്രം ദി ഡാമേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഈസി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കളിലേക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിനും അതുപോലെ യാതൊരു കേടുപാടും കൂടാതെ ഉൽപ്പന്നത്തെ സംരക്ഷിക്കുന്നതിനുമാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു, അത് പാക്കേജിംഗ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എസ്റ്റാബ്ലിഷ് ഹിസ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദോസ് ഓഫ് ഹിസ് റൈവൽസ്, കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്താണ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് അറ്റ് എവറി സ്റ്റേജ് വി നീഡ് നമ്പർ ഓഫ് ഓക്സിലിയറി ഓർ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഈ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ എന്ന് വെച്ചാൽ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്ന, മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ, ഓക്സിലിയറി, ഓക്കെ, ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. പ്രധാനമായിട്ടും അത് എന്ത് ചെയ്യുന്നു, പ്രൈമറി ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണിത് സഹായിക്കുന്നത്. അതിലൊന്നാമത്താണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എസ്റ്റാബ്ലിഷിംഗ് സർട്ടൈൻ സ്റ്റാൻഡേർഡ്സ് ഫോർ പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി, കളർ, സൈസ്, ഡ്യൂറബിലിറ്റി, സെക്യൂരിറ്റി എക്സെട്ര. ഗ്രേഡിംഗ് എന്ന് വെച്ചാലോ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഇൻ ടു സർട്ടൈൻ ക്ലാസസ്. സെക്കൻഡ് വൺ ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്താണെന്നറിയാലോ, ഒരു കുട്ടി ജനിച്ചാൽ നമ്മളെന്ത് ചെയ്യും, ഒരു പേരിടും. എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ള കുട്ടിയിൽ മറ്റുള്ളവരുടെ ഇതിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നതിന് വേണ്ടിയിട്ടും കുട്ടിയെ ഒരു ഫെമിലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഉൽപ്പന്നത്തിന് എന്ത് ചെയ്യുന്നത്, പേര് നൽകുന്നത്, അതാണ് ബ്രാൻഡിങ്. ഇതിലൂടെ എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഫെമിലിയർ ആവും എന്നുള്ളതാണ്. ഇറ്റ് മേ ബി എ നെയിം ഓർ സിമ്പിൾ. ഒന്നുകിൽ ഒരു നെയിം ആവാം, അല്ലെങ്കിൽ സിമ്പിൾ ആവാം, ഒരു ഡിസൈൻ ആവാം. അല്ലേ, നമുക്ക് അഡിഡാസിൻ്റെയൊക്കെ ഒരു സിമ്പിൾ ഓർത്താൽ മതി. അതുപോലെ നൈക്കി ഷൂസിൻ്റെയൊക്കെ, അതൊക്കെ എക്സാമ്പിളാണ്. അതർ സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ബ്രാൻഡിങ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ വരുന്നതാണ് പ്രൈസിങ്. പ്രൈസിങ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ. പ്രൈസ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പ്രൈസിങ് എന്ന് പറയുന്നത് എന്താണ്, ഗിവിങ് എ പ്രൈസ് ടു എ പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നത്തിന് വില നൽകുക എന്നുള്ളതാണ്. ദെൻ ഫിനാൻസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഫോർ മാർക്കറ്റിംഗ്. ഇറ്റ് റിക്വയർസ് adequate and cheap finance for performing various marketing functions. Next one, risk taking ആണ്. Marketing involves many risk. Marketing risk may be defined as uncertainty with regard to cost, loss or damage. In other words, risk means the possibility of loss due to the unfavorable happenings in the future. 6.1 Promotion includes all activities designed by the manufacturers to influence the buyers through communication. ബയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശയവിനിമയത്തിലൂടെ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നു, മാനുഫാക്ചേഴ്സ് നടത്തുന്ന ശ്രമങ്ങളാണ് പ്രൊമോഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷനൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.